വിയറ്റ്നാമിന്റെ ഏൻഷ്യൻ ക്യാപിറ്റലായ നിൻബിനിലെ രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങി അവിടുന്ന് തന്നെ റെന്റിന് ബൈക്കൊക്കെ എടുത്ത് പോകുന്ന വഴിക്ക് ഒരു 150 രൂപയുടെ പെട്രോളൊക്കെ അടിച്ച് ഒരു മല കയറി. ആ മലയുടെ പേര് മുവാ കേവ് എന്നാണ്. ഇറ്റ്സ് മീ ഷാബിൻ ഷംസുദ്ദീൻ വിത്ത് ഗോകുൽ ദാസ്. വെൽക്കം ടു വിയറ്റ്നാം. പോണ്ടേ? വായോ, ബൈക്ക് എടുക്ക്, വാ വാ. ഇപ്പൊ മുവാ കേവിലോട്ട് പോകുന്നതിന് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്ന് ടാസ്കി വിളിക്കുക, രണ്ടാമത് ഇവിടുന്ന് തന്നെ ബൈക്ക് റെന്റിന് എടുക്കുക, വേറെന്താ അത് രാത്രി അവിടെ എത്താനായിട്ട്. അപ്പൊ നമ്മള് താമസിച്ച ഹോട്ടലിൽ നിന്ന് തന്നെ ബൈക്ക് റെന്റിന് കിട്ടി. 150K, അതായത് 1.5 ലക്ഷം ഡോങ്കാണ്. 500 രൂപ താഴെയാണ് നമുക്ക് റെന്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ബൈക്ക്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് സെമി ഓട്ടോമാറ്റിക്കാണ്. നമ്മുടെ നാട്ടിൽ കാണാത്ത ടൈപ്പാ. ഗിയർ ഉണ്ട്, പക്ഷെ ക്ലച്ചില്ല. എന്താ ക്ലച്ചില്ല, ഗിയർ ഉണ്ട്. അതാണ് ഇതിന്റെ സെറ്റപ്പ്. 125cc ബൈക്ക് കം സ്കൂട്ടർ കം ആ ഒരു മോഡലിന്റെ സാധനമാണ്. ഇതിനാണ് നമ്മൾ പോകുന്നത്. മാപ്പിൽ കാണിക്കുന്ന 17 മിനിറ്റ് ആണ്. 7.2 കിലോമീറ്റർ 17 മിനിറ്റ് കൊണ്ട് നമ്മൾ മുവാ കേവ് എത്തുന്ന പറയുന്നത്. ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ പോയില്ലേ ട്രാങ്ങാൻ, ആ ഒരു സെയിം ക്ലൈമറ്റ് ഒക്കെ കേട്ടോ. ഫുള്ളി ഫോഗ് അടിച്ച് വെയിലെന്ന് പറയുന്ന സാധനമില്ല. സൂര്യൻ വെച്ചാൽ ഈ ജില്ലയിലെങ്കിലും ഇല്ലെന്ന് തോന്നുന്നു. എന്നാ പോവാം. ഞാനേ മറ്റേ റൈറ്റിൽ കൂടെ ഓടിക്കണ്ടെന്നുള്ള പലപ്പോഴും മറന്നു പോകുന്നു. എടാ സൂര്യൻ, നമ്മുടെ മെയിൻ റോഡിലോട്ട് കയറുവാണേ. പെട്രോൾ അടിക്കണം എന്ന് പറഞ്ഞു. പെട്രോൾ ഇവിടെ ഉള്ളത് വേർ ഈസ് പെട്രോൾ പമ്പ്. പെട്രോൾ ഇപ്പൊ തീരും. പെട്രോൾ പമ്പ് നോക്കിയിട്ടൊന്നും കാണുന്നില്ല. നമ്മളൊരു ജംഗ്ഷനിലെത്തി. അവിടുന്ന് റൈറ്റ് സൈഡിലോട്ടാണ് പോകേണ്ട. മാപ്പ് കാണിക്കുന്നത്. നമ്മുടെ വണ്ടിയിൽ പെട്രോൾ കുറവായതുകൊണ്ട് ഇനി പെട്രോൾ പമ്പ് തപ്പണം. ഗൂഗിൾ തന്നെ ശരണം. ചോദിച്ച് മനസ്സിലാക്കണം. ഇച്ചിരി പാടാം. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ ഫ്രണ്ടിലോട്ട് പോയാൽ പെട്രോൾ പമ്പ് ഉണ്ടെന്ന് കണ്ടു. നമുക്കിനി ഇവിടെ നിന്ന് 5 കിലോമീറ്റർ പോകാനുണ്ട്. അപ്പോൾ 5 കിലോമീറ്റർ പോകുന്നതിനിടയ്ക്ക് പെട്രോൾ തീർന്നു കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ പോയിട്ട് പെട്രോൾ ഫില്ല് ചെയ്ത് പോകും അല്ലേ. ഇനി അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ പെട്രോളിന് എത്രയാണ് രൂപ, എത്ര ലക്ഷം കൊടുത്താൽ 1 ലിറ്റർ പെട്രോൾ കിട്ടും എന്നുള്ളതാണ് നമ്മളിനി അടുത്തതായിട്ട് പരിശോധിക്കാൻ പോകുന്നത്. ചാടി ഇത് ഷോക്ക് അബ്സർ ഇല്ലെന്ന് തോന്നുന്നു. ഫ്രണ്ടില് കമ്പി കുത്തി വെച്ചേക്കുവാന്ന് തോന്നുന്നു. ഇത് ശ്രദ്ധിച്ചു എല്ലായിടത്തും കൊടി നോക്കിയേ അല്ലേ. ഇതുമാതിരി കൊടി വെച്ചേക്കുന്ന നാട് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് എല്ലാ വീടിന്റെ ഫ്രണ്ടിലും ഉണ്ട്. ഹലോ ഗൂഗിള് പറഞ്ഞ പ്രകാരം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ഇതൊക്കെ പാടങ്ങളാടാ. നമ്മൾ ആ സീസണിൽ വരുന്നെങ്കിൽ എന്ത് രസമായിരിക്കല്ലോ ഇവിടെ. ഒന്ന് കുട്ടനാടിന്റെ ഉള്ളിലൂടെ ഒക്കെ പോയാൽ ഇന്നലെ സെയിം അല്ലേ. ഒരു സൈഡിൽ കനാല്, ഒരു സൈഡിൽ പാടം. എക്സ്ട്രാ ആയിട്ട് ഇവിടെ കുറച്ച് ചുണ്ണാമ്പ് മലകളുണ്ടെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ നാടിന്റെ ലുക്കൊക്കെ തന്നെ. അപ്പൊ നമ്മൾ മുവാ കേവിന്റെ ഡയറക്ഷനിൽ തന്നെ പോകുന്നത്. അവിടുന്ന് തന്നെ പെട്രോൾ പമ്പ് ഉള്ളത്. പെട്രോൾ ഗ്യാസ്. താങ്ക് യു. പെട്രോൾ പമ്പ് അല്ല ഇവിടെ. ഇങ്ങനത്തെ ചെറിയ ചെറിയ കടകളില്ല. ഹൗ മച്ച്? 40,000. ഓക്കെ, 40,000. വൺ ഓ ഇത് എനിക്ക് അങ്ങനെ അളന്ന്. അതായത് പെട്രോൾ പമ്പായിട്ടില്ല, ഉണ്ട്, ഇല്ലെന്നല്ല. ഈ ഗ്രാമങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു ടാങ്ക് കണ്ടു കഴിഞ്ഞാൽ നിർത്തിക്കും. അതാണ് ഇവിടുത്തെ പെട്രോൾ പമ്പ്. 1 ലിറ്ററിന് 40,000. ഇവിടെ ഇങ്ങനെ മേടിക്കുമ്പോൾ റേറ്റ് കൂടുതലാണെന്ന് തോന്നുന്നു കേട്ടോ. 40,000 എന്ന് പറയുമ്പോൾ 134 രൂപയുടെ പെട്രോൾ പമ്പിൽ നിന്ന് അടിക്കുമ്പോൾ എത്ര അറിയത്തില്ല. അതൊന്ന് അന്വേഷിക്കണം. 20, 30 മടുത്തു. 40,000 രൂപ എടുത്ത് പെട്രോൾ അടിച്ചിട്ടുണ്ട്. പെട്രോൾ 40,000 ഡോങ്ക്. നമ്മളേതോ ഒരു ഉൾഗ്രാമത്തിലൂടെയൊക്കെ കയറി വന്നിട്ട് ഉണ്ട് കേട്ടോ. ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടിട്ട് എനിക്ക് നമ്മുടെ നാട്ടിലെ വീടുകളൊക്കെ പോലെ തന്നെ ഇരിക്കുന്നു. ഏറെക്കുറെ അതേ ഡിസൈനൊക്കെയാ. ഹലോ, ഇവിടെ ആലപ്പുഴയിലൊക്കെ പോയിട്ട് ഉൾനാട്ടിലോട്ട് കയറി പോയ ഒരു ഫീൽ ഉണ്ട്. നോക്കി എത്ര ദൂരമുണ്ട്? 1.5 കിലോമീറ്റർ. ആ, നമ്മളേതായാലും ഏറെക്കുറെ മുവാ കേവിന്റെ അടുത്ത് എത്തി. ഇവിടുന്ന് 1.5 കിലോമീറ്റർ ഉള്ളൂ. കേരളത്തിൽ മാത്രമേ ഞങ്ങൾക്ക് പോയി. ഇവിടെ വന്നിട്ട് ഇവിടെ
എനിക്കത് നമ്മളാ നിന്നില്ലേ പെട്രോൾ അടിക്കാൻ, അവിടെ നിന്ന് തിരിച്ചങ്ങ് പോയാൽ മതിയായിരുന്നു. വേറായോ നമ്മൾ അത് ആണ്ട് ദാറ്റ് ഈസ് മുവാ കേവ്. ഓ ഇത് വലിയൊരു ഏരിയടാ. ഞാൻ അവിടുത്തെ എന്താണെന്നറിയോ, നമ്മളെവിടെയെങ്കിലും ഉള്ളിലോട്ടൊക്കെ കയറി പോയുള്ള സെറ്റപ്പാന്നാ. Việt Nam neighbor. Visit một cái Bắc Ninh here outside. Yeah, we'll go and come. No. Why? Một cái no. Why? No motor. തട്ടിപ്പോട്ടോ അത്. ആ ഇവര് മറ്റേ പരിപാടിയാന്ന് തോന്നുന്നു, അങ്ങോട്ട് കയറ്റി വിടത്തില്ലെന്ന് പറഞ്ഞിട്ടേ അവിടെ പാർക്ക് ചെയ്ത് നമ്മളെ കണ്ട് പൈസ മേടിക്കാനുള്ള കളിയാന്ന് തോന്നുന്നു. എന്തൊക്കെ പരിപാടികളാണ്. ആ അടുത്ത ആള് ആ ഇതാ കേട്ടോ കളി. ഇപ്പൊ കളി ഏതാണ്? ആ അങ്ങോട്ട് വിടാൻ പറ്റത്തില്ല. Bắc Ninh here. Sao được đâu? പ്രശ്നമുള്ളവര് പൊന്നളിയാ. ഇത് ചുമ്മാ സീനാണുള്ളത്. ഇവര് പുറത്ത് നമ്മളെ കൊണ്ട് പാർക്ക് ചെയ്യിക്കാനുള്ള കളികളാ. ആ അതിൻ്റെ അകത്ത് പാർക്ക് ചെയ്യാം, അകത്ത് പാർക്ക് ചെയ്യാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എടി ഇവിടെ ഫ്രീയാ. ഇത് ഹെൽമെറ്റ് ഒക്കെ ഇവിടെ നോക്കി. എന്നാലും അവളുടെ നമ്പർ ഉണ്ടോ അല്ലേ? നമ്മളെ പുറത്ത് പാർക്ക് ചെയ്യിക്കാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെടും അവര്. നഷ്ടം അപ്പുറത്ത് 5000 ഉണ്ടായിരുന്നു. എത്ര 10,000 അല്ലേ? 10,000. അതായത് അപ്പം നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് കുറെ ആൾക്കാർ തടഞ്ഞില്ലേ. പ്രശ്നമുള്ളവര് ഇത് ചുമ്മാ സീനാണുള്ളത്. ഇവര് പുറത്ത് നമ്മളെ കൊണ്ട് പാർക്ക് ചെയ്യിക്കാനുള്ള കളികളാ. നിങ്ങൾ വരുമ്പോൾ അവിടെ നിർത്തിക്കോട്ടോ. അവിടെ 5000 ഉള്ളൂ, ഇവിടെ 10,000. ഒരാൾക്ക് 1,00,000 ഡോങ് 200. ഇതാണ് 1,00,000ത്തിന്റെ ടിക്കറ്റ്. 1,00,000 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ 350 രൂപ ആ റേറ്റ് വരുമായിരിക്കും അല്ലേ? നമ്മളിപ്പോൾ കയറാൻ പോകുന്ന മൗണ്ടൈൻ്റെ പേര് ഗ്വാലോങ് മൗണ്ടൈൻ എന്നാണ്. ഇതിനെ ഡ്രാഗൺ മൗണ്ടൈൻ എന്നൊക്കെ ഇവിടെ ഉള്ളവർ വിളിക്കും കേട്ടോ. ലോക്കൽസ് അങ്ങനെ വിളിക്കാറുണ്ട്. ബിക്കോസ് ഇതിൻ്റെ മേളിൽ ഡ്രാഗണിൻ്റെ ഒരു സ്റ്റാച്യു പോലത്തെ സംഭവമൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ താഴെ പാഡി ഫീൽഡ്സും അതിൻ്റെ ഇടയിൽ കൂടെ ഒരു പുഴ ഒഴുകുന്ന വിഷയമൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ക്ലൈമറ്റ് മോശമായതുകൊണ്ട് പാഡി ഫീൽഡ്സ് ഒന്നും ഇല്ല. എനിക്ക് വിയറ്റ്നാമിൽ മനസ്സിലായൊരു കാര്യം എന്താ അറിയോ, ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ടെങ്കിൽ അവിടെ എത്തുന്നതിന് മുമ്പ് ഇവർ കുറേ സംഭവങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇപ്പം നമ്മൾ മുവാ കേവിലോട്ടല്ലേ കയറി പോകുന്നത്. കേവിലോട്ട് കയറുന്നതിന് മുമ്പുള്ള ഏരിയ അവർ ഫുള്ള് വേറെ രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് വലിയൊരു പ്രോസസ്സായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. കാര്യം നമ്മൾ അവിടെ എത്തുന്നതിന് മുമ്പ് എന്തായാലും ഒരു ചായ കുടിക്കും, പിന്നെ അവിടേക്ക് ഇരിക്കും, എന്തെങ്കിലുമൊക്കെ മേടിക്കും. ആ രീതിയിൽ നല്ല വൃത്തിക്കെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാവരും ആ മലയുടെ മുകളിലോട്ട് കയറി പോകുന്ന വഴി കൂടെ പോകുന്നത്. അപ്പം അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് മുവാ കേവ് എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടായിരുന്നു. നമ്മൾ ആ വഴി കയറുക കേട്ടോ. അത് കയറിയിട്ട് നമുക്ക് മലയുടെ മേളിൽ പോവാം. നമ്മൾ മുവാ കേവിലോട്ട് കയറുവാണേ. ഇതിൻ്റെ അകത്ത് ചെറിയ ചെറിയ കേവുകൾ വേറെ ഉണ്ട്. ചെറിയ ചെറിയ പൊത്ത് പോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇത് മേളിലൊക്കെ ഉണ്ട്. ഈ മുവാ കേവ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഡാൻസിങ് കേവ് എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. അതായത് പണ്ട് വിയറ്റ്നാമും മംഗോളിയയും തമ്മിൽ യുദ്ധം നടന്ന സമയത്ത് നിൻബിനായിരുന്നു ഏൻഷ്യൻ ക്യാപിറ്റൽ. അപ്പം ഇവിടെ ആയിരുന്നു ട്രാൻ എന്ന് പറഞ്ഞിട്ടുള്ള രാജവംശർ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ ഒളിവിലൊക്കെ ആയിട്ട് താമസിച്ച സ്ഥലങ്ങളാണ് ഈ പറയുന്ന മുവാ കേവും ഈ ഡ്രാഗൺ ഹില്ലും ഒക്കെ. അപ്പോൾ ഇവിടെ അവർ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി കണ്ടുപിടിച്ച സ്ഥലമാണ് ഈ മുവാ കേവ്. ഇവിടെ ഡാൻസേഴ്സിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ച് ഡാൻസ് കളിപ്പിച്ച് ഇതൊരു എൻ്റർടൈൻമെൻറ്റ് സോൺ ആയിരുന്നു അവരുടെ. അതുകൊണ്ടാണ് ഈ പ്ലേസിന് മുവാ കേവ് എന്ന് പേര് വന്നത് കേട്ടോ. നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് 500 സ്റ്റെപ്പ് കയറാനുണ്ട് ഏറ്റവും ടോപ്പിലെത്താനായിട്ടെ. ആ സ്റ്റെപ്പ് കയറുന്നതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു ടൈഗർ കേവ് ഉണ്ട്. എൻ്റെ അത് കയറി കഴിഞ്ഞാൽ ചെറിയൊരു ഗുഹ, പിന്നെ ഒരു ടൈഗറിൻ്റെ ഒരു ചെറിയ സ്റ്റാച്യു വെച്ചിട്ടുണ്ട്. നല്ല സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്പുകളാണ് അവർ എഴുതി വെച്ചിട്ടുണ്ട്. സൂക്ഷിച്ച് കയറിയില്ലേ തലയും കുത്തി വീഴുന്നു. താഴെ കാണുന്ന താമരപ്പാടോ, അതിൻ്റെ ഇടയ്ക്ക് കൂടെ നടക്കാനായിട്ട് അവരത് കോൺക്രീറ്റിൻ്റെ ഒരു ചെറിയ ബ്രിഡ്ജ് പോലൊക്കെ സെറ്റ് ചെയ്ത് നല്ല പരിപാടി.
ഹലോ. കുറച്ച് സ്റ്റെപ്പ് കയറി കഴിയുമ്പോഴത്തേക്കിനും ഉണ്ടല്ലോ സ്ഥലത്തിന്റെ ലുക്ക് കംപ്ലീറ്റ്ലി മാറി. പിന്നെ മറ്റേ എന്താ പറയുന്നത്, ഈ പാറ എന്ന് പറഞ്ഞാലേ വെളുത്ത ബേസ് ബോർഡില്ലേ, ബേസ് ബോർഡ് ടി വിയുടെ ഒക്കെ കൂടെ വരുന്നത്, അതിങ്ങനെ എലിയൊക്കെ കരളുമ്പോൾ ഇരിക്കുന്ന ഒരു സെറ്റപ്പില്ലേ, അമ്മാതിരി ലുക്കിലുള്ള പാറകളാട്ടോ പിന്നുള്ളത് ഫുള്ള്. നമുക്ക് ലെഫ്റ്റ് കയറണം റൈറ്റ് കയറണം. മുകളിലെത്തുമ്പം 2 ഡിവിയേഷൻ ഉണ്ട്, ഇടത്തോട്ടും പോകാം വലത്തോട്ടും പോകാം. ആക്ച്വലി ആ മേളിൽ കാണുന്നതാണ് ഡ്രാഗൺ. അങ്ങോട്ടേക്ക് ഇച്ചിരി വലിഞ്ഞു കയറി പോകണം. ഇവിടെ ഒരു ഉത്സവത്തിനുള്ള ആളുണ്ട്. ഒരു ഉത്സവത്തിനുള്ള ആളുള്ളതുകൊണ്ടും മുകളിൽ കയറാൻ ഒരു വഴിയില്ലാത്തതുകൊണ്ടും നമ്മൾ ഈ മല ഇറങ്ങി അടുത്ത മല കയറാൻ പോവാണേ. താഴത്തെ താമരപ്പാടേ, താമരയുടെ രീതിയിലാണ് ഒരു റോഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. കല്ല് ഒരു പ്രത്യേക ഷേപ്പുള്ളൊരു കല്ല്. എന്തായിരിക്കില്ല ഇങ്ങനെ ഇതാകുന്നത്? എത്ര വർഷം കൊണ്ടായിരിക്കും ഇതിങ്ങനെ ഫോം ചെയ്തത്? കൊള്ളാട്ടാ. ഇതിൻ്റെ മുകളിൽ കയറുമ്പോൾ ഇവിടെ ഒരു സ്തൂപമുണ്ട് കേട്ടോ. നമ്മൾ രണ്ടാമത്തെ മല കയറിയപ്പോൾ, ആദ്യത്തെ മല കയറിയപ്പോൾ അതിൻ്റെ മുകളിൽ ഡ്രാഗൺ ആയിരുന്നു. ഇവിടെ ഇതാണ് സംഭവം. ഇവിടെ നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ മൂവാ കേവിലെ കാഴ്ചകൾ. ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എക്സൈറ്റിംഗ് ആയിട്ടൊന്നും ഇല്ല. ഒരു നോർമൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരു മല കയറി അവിടെ നിന്ന് ഒരു വ്യൂ പോയിന്റ് കാണുന്ന ഒരു ഫീലേ ഉള്ളൂ. പിന്നെ അവിടെ ആ ഡ്രാഗണിൻ്റെ ഒരു സാധനം ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. നല്ല ക്ലൈമറ്റിലൊക്കെ ആണെങ്കിൽ സ്മൂത്തായിട്ട് കയറി വന്നിട്ട് ഇറങ്ങി കണ്ടിട്ടൊക്കെ പോകാം. അത്രയൊക്കെ ഉള്ളൂ. ചൂടൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് കഷ്ടപ്പെടും. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല മൂവാ കേവിനെ പറ്റി പറയാനായിട്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.